അപ്പോൾ കൂട്ടുകാരെ, അമ്പോളി വാട്ടർഫാൾസിൻ്റെ മനോഹാരിത ആവോളം ആസ്വദിച്ച് സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ബാബ വാട്ടർഫാൾസ് കാണാനാണ്. ഏകദേശം അമ്പോളിൽ നിന്നും 20 കിലോമീറ്റർ ദൂരമുണ്ട് ബാബ വാട്ടർഫാൾസിലേക്ക്. കുടാലിൽ നിന്ന് യാത്ര തിരിച്ച് നമ്മൾ ഇതുവരെ പിന്നിട്ട വഴികളിൽ മുഴുവൻ കുന്നുകളും മലകളുമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ പരന്നു കിടക്കുന്ന പ്രദേശങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നല്ല മനോഹരമായ പരന്നു കിടക്കുന്ന കാടിൻ പ്രദേശങ്ങൾ. നമ്മൾ പോകുന്ന റോഡിൻ്റെ വശങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് സൂചനാ ബോർഡുകൾ കാണുന്നുണ്ട്. കരടി പോലുള്ള മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു പോകണം, മൃഗങ്ങൾ റോഡ് മുറിച്ച് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ സൂചനാ ബോർഡുകൾ കാണുന്നുണ്ട്. ഞാനതിനെക്കുറിച്ച് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഇവിടെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയും ഞങ്ങൾ ഒരു മൃഗത്തെ പോലും കണ്ടില്ല. ഒരു പക്ഷേ രാത്രി സമയങ്ങളിലായിരിക്കാം മൃഗങ്ങൾ അധികം ഇറങ്ങുന്നത്. തെളിഞ്ഞ ആകാശത്തിന് താഴെ ഈ പച്ചപ്പിലൂടെ എങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നും ഭൂമി എത്ര സുന്ദരമാണെന്ന്. അമ്പോളിൽ നിന്നും യാത്ര തുടങ്ങിയതിന് ശേഷം ഒരുപാട് ദൂരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത്തരം ചെറിയ വീടുകൾ ഇവിടെ കാണാൻ തുടങ്ങിയത്. വളരെ കുറച്ച് വീടുകൾ മാത്രം ചില പ്രദേശങ്ങളിൽ കാണാം. അത് കഴിഞ്ഞാൽ വീണ്ടും വിജനമായ സ്ഥലങ്ങൾ, വീണ്ടും അല്പം വീടുകൾ. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുള്ള ഈ യാത്ര 20 കിലോമീറ്റർ പിന്നിട്ടത് നമ്മൾ അറിഞ്ഞതേയില്ല. പ്രധാന റോട്ടിൽ നിന്നും നമ്മുടെ വാഹനങ്ങൾ മൺവഴികളിലേക്ക് തിരിഞ്ഞു. ഇതുവരെ നമ്മൾ പിന്നിട്ട ആ പരന്ന ഭൂപ്രദേശങ്ങളിൽ നിന്നും വീണ്ടും നമ്മൾ കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഈ റോഡിലേക്ക് വണ്ടി കയറിയപ്പോൾ തന്നെ നിറയെ വെള്ളച്ചാട്ടങ്ങളുടെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അമ്പോളിയെ പോലെ തന്നെ നിറയെ വെള്ളച്ചാട്ടങ്ങളുള്ള പ്രദേശമാണ് ഇവിടവും. വണ്ടികളിലുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിച്ചു. ഞങ്ങൾ വണ്ടികളിൽ നിന്നും ഇറങ്ങി. ഏകദേശം 2 കിലോമീറ്ററോളം നമുക്ക് ഇനി കാട്ടിലൂടെ നടക്കണം. കാട്ടിലൂടെയുള്ള ഈ നടത്തം തന്നെയാണ് നമ്മൾ ലക്ഷ്യം വച്ചിട്ടുള്ളതും. വണ്ടിയിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ നടത്തം ആരംഭിച്ചു. ഈ മലഞ്ചെരുവിൽ എല്ലായിടത്തും ഇതുപോലെ മനോഹരമായ ഈ നീലപ്പൂക്കളെ കാണാം. ഓരോ ചെടിയുടെയും അതിൻ്റെ ഏറ്റവും താഴ്ഭാഗം, മണ്ണിനോട് ചേർന്ന താഴ്ഭാഗം മുതൽ അതിൻ്റെ ഏറ്റവും തുമ്പ് വരെയും നിറയെ നീലപ്പൂക്കളുണ്ട്. നല്ല മനോഹരമായ പൂക്കളുള്ള ഒരു ചെടി. ഈ പ്രദേശത്ത് എല്ലായിടത്തും ഇത്തരം പൂക്കൾ കാണാൻ നമുക്ക് സാധിക്കും. ഈ നടത്തത്തിനിടയിൽ ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാം. ഒട്ടനവധി ചെറിയ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു പ്രദേശമാണ് ഇത്. ഈ യാത്രയിൽ നമ്മൾ ആഗ്രഹിച്ച് വന്നിട്ടുള്ളതും കാട്ടിലൂടെയുള്ള ഈ നടത്തം ആസ്വദിക്കാനാണ്. മൺസൂൺ മഴയിൽ കുളിച്ചു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളെ മൂടിപ്പൊതിച്ചു നിൽക്കുന്ന കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റി ചുറ്റുമുള്ള വെള്ളച്ചാട്ടങ്ങളുടെ ആരവങ്ങൾ കേട്ട് പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ നടന്നു നീങ്ങുന്നതിന് ഒരു കുളിരുണ്ട്, ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതി അനുഭവിച്ചറിയാനാണ് ഞങ്ങൾ 60 പേർ ഈ കാട്ടിലേക്ക് എത്തിയിട്ടുള്ളതും. നടത്തത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചെറു വെള്ളച്ചാട്ടങ്ങൾ കണ്ട് ഞങ്ങൾ അങ്ങനെ നോക്കി നിന്നു. നട്ടുച്ചയ്ക്കാണ് ഞങ്ങളുടെ ഈ നടത്തമെങ്കിലും തണുപ്പ് ഞങ്ങളുടെ ശരീരങ്ങളെ പൊതിഞ്ഞു നിന്നു. മുകളിൽ നിന്നും ഊർന്നിറങ്ങുന്ന ഈ ജലധാരയിൽ നിന്നും ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് തെറിച്ചു വീഴുന്ന ജലകണികകൾ ഐസ്തുള്ളികളെപ്പോലെ തോന്നിച്ചു. ഈ പ്രദേശങ്ങളിലെ കൽക്കെട്ടുകളിലെല്ലാം നമുക്ക് നിറയെ കല്ലുവാഴ കാണാം. കൃഷിയും മറ്റും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഈ കല്ലുവാഴയുടെ ഒരു ചെറിയ തൈ കിട്ടാൻ വേണ്ടി ഞാൻ കുറേ നടന്നു നോക്കി. എല്ലാം കുലകൾ വന്നുകൊണ്ടിരിക്കുന്നതുമായ വലിയ തൈകളായിരുന്നു. ഒരുപക്ഷെ കല്ലുവാഴകൾ കുല വരുന്ന സമയമായിരിക്കാം ഇത്. ഞങ്ങളുടെ ഈ യാത്രാ സംഘത്തിൽ ഏതാനും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. ഒരുപാട് നടക്കാനുണ്ടായിട്ടും ഈ ഭൂപ്രദേശത്തിൻ്റെ ഭംഗി ഇത്രത്തോളം ഉള്ളതുകൊണ്ടാവാം അവർക്ക് പ്രയാസങ്ങളേതുമില്ലാതെ നടക്കാൻ സാധിക്കുന്നത്. ഒരുപാട് ദൂരം ഞങ്ങൾ നടന്നു കഴിഞ്ഞു. അങ്ങ് ദൂരെ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ ശബ്ദം ഇങ്ങ് ദൂരേക്ക് കേൾക്കുന്നുണ്ട്. നേർത്ത നൂലുപോലെ മലമുകളിൽ നിന്നും വെള്ളം താഴേക്ക് പതിക്കുന്നു. മഴയുള്ള സമയത്ത് മാത്രമാണ് ഇവിടെ പരന്ന് വെള്ളം ചാടുകയുള്ളൂ. നമ്മുടെ അതിരപ്പള്ളിയൊക്കെ പോലെ പുഴയ്ക്കു നടുവിലൊരു വെള്ളച്ചാട്ടമല്ല ഇത്. മുകൾ ഭാഗത്തെ മലകളിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം മാത്രമാണ് ഇവിടെ വെള്ളച്ചാട്ടമായി പതിക്കുന്നത്. മഴയുള്ള സമയങ്ങളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതൽ അങ്ങ് ദൂരെയുള്ള ആ വെള്ളച്ചാട്ടം വരെയുള്ള ഈ പാറ മുഴുവനായിട്ട് വെള്ളം പരന്നു വീഴും. കോട പുതഞ്ഞു കിടക്കുന്ന മലമുകളിൽ നിന്നും വെള്ളം താഴേക്ക് പതിക്കുന്നത് കാണാൻ വല്ലാത്ത ഭംഗിയാണല്ലോ. ഞാൻ ഇന്നലെ അമ്പോളിൽ പറഞ്ഞതുപോലെ ഈ പ്രദേശവും എപ്പോഴും കോട മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ ഞങ്ങൾ വരുന്ന സമയത്ത് കോട ഒട്ടുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ പകർത്താൻ എളുപ്പമുണ്ടായി. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചു വന്നത് കോടയിൽ പുതഞ്ഞു കിടക്കുന്ന ഈ പ്രദേശത്തു കൂടെ നടക്കാനാണ്. മുകളിൽ നിന്നും വെള്ളം നൂലുമഴ പോലെ പെയ്തിറങ്ങുന്നു. ഒരുപാട് ഉയരത്തിൽ നിന്നും അവ താഴേക്കെത്തുമ്പോഴേക്കും ചെറിയ ജലകണികകളായി പരിണമിക്കുന്നു. നല്ല തണുത്ത ജലകണികകൾ. അങ്ങ് ദൂരെ കാണുന്ന ആ ചെണ്ട പോലെയുള്ള തുരുത്തിൽ കയറാനാണ് എൻ്റെ കൂടെയുള്ളവരൊക്കെ ഈ സാഹസികത കാണിക്കുന്നത്. ഞാനും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകൾ ആ തുരുത്തിന് മുകളിൽ കയറി ഫോട്ടോ എടുത്തു തുടങ്ങി. ഇത്രയും ദൂരം നടന്നു വന്ന് ആ തുരുത്തിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫീലുണ്ട്. അതുതന്നെയാണ് ഈ യാത്രയുടെയൊക്കെ വൈബ്. ചുറ്റും മലകൾ കൊണ്ട് കോട്ട കെട്ടിയ പോലെ ഒരു പ്രദേശം.
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇത്രയും മനോഹരമായ ഈ താഴ്വാരത്തിലേക്ക് കോട കൂടി പെയ്തിറങ്ങുമ്പോഴുള്ള ആ ഭംഗി. കോടയില്ലാത്തത് കൊണ്ട് നമുക്ക് തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു ഭാഗ്യമാണെന്ന് പറയാം. ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങളിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഭൂമിയെ എത്ര സുന്ദരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചു വച്ചിട്ടുള്ളതെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ചിലരൊക്കെ ഫോട്ടോസ് എടുക്കുന്നു, ചിലരൊക്കെ ആ ജലകണികളിൽ കുളി തുടങ്ങി കഴിഞ്ഞു. ഞാനും എന്തായാലും ഇവിടുന്ന് കുളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഇത്രയും ദൂരം വന്നിട്ട് ഈ വെള്ളത്തിൽ കുളിക്കാതെ പോകുന്നത് നഷ്ടമല്ലേ. ചുറ്റും ഉയരമുള്ള മലകൾ കൊണ്ട് ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഉറക്കെ സംസാരിക്കുമ്പോൾ അത് മലകളിൽ തട്ടി മുഴങ്ങി വരുന്നത് വളരെ രസകരമാണ്. പാലൊഴുകി വരുന്നത് പോലെ വെള്ളം മുകളിൽ നിന്നും താഴോട്ട് പതിക്കുന്നു. തെളിഞ്ഞ ആകാശത്തിനു താഴെ ആ പച്ചപ്പിലൂടെ ആ വെളുത്ത ജലധാരകൾ ഒഴുകി വരുന്നത് കാണാൻ വല്ലാത്ത ഭംഗിയുണ്ട്. ഭൂമിയിലെ ഇത്തരം സ്വർഗങ്ങളൊന്നും കാണാതെ വീടുകളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന നമ്മൾ എത്ര മണ്ടന്മാരാണ്. വളരെ ചുരുങ്ങിയ വർഷങ്ങൾ മാത്രം ആയുസ്സുള്ള മനുഷ്യരാണ് നമ്മൾ. നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഒരിക്കലെങ്കിലും ചെന്ന് കാണാൻ നമുക്ക് സമയം കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നമ്മൾ എത്രത്തോളം മൂല്യം കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാകുമല്ലോ. വർഷത്തിലൊരിക്കലെങ്കിലും കുടുംബത്തോടൊപ്പം ചെറിയ ഇതുപോലുള്ള യാത്രകൾ നമ്മൾ പോകാൻ തയ്യാറാകണം. അതിനൊരു സന്തോഷം വേറെ തന്നെയാണ്. കാഴ്ചകൾ മതിയാവോളം കണ്ടാസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. വഴിയിൽ മനോഹരമായ ഒരു അരുവി കണ്ടപ്പോൾ ഞങ്ങൾ വാഹനങ്ങൾ നിർത്തി താഴെ ഇറങ്ങി. ഈ പാലത്തിൽ നിന്നും താഴേക്ക് നോക്കിയാൽ തെളിഞ്ഞ വെള്ളത്തിൽ നിറയെ മീനുകളെ കാണാം. എല്ലാവരും വാഹനങ്ങളിൽ നിന്നും ഇറങ്ങി ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു. മഴമേഘങ്ങൾ കുടപിടിച്ചു നിൽക്കുന്ന ആകാശത്തിനു കീഴെ നാളേക്ക് ഓർമ്മിച്ചു വെക്കാനുള്ള ഒരു നല്ല ഫോട്ടോ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇനി നമുക്ക് കാണാനുള്ളത് ഇന്ത്യയിലെ പ്രശസ്തമായ റിവേഴ്സ് വാട്ടർഫാൾസ് കാണാനാണ്. ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടും ശക്തമായ കാറ്റുകൊണ്ടും താഴേക്ക് പതിക്കുന്ന ജലം വീണ്ടും മുകളിലേക്ക് തെറിച്ചു വീഴുന്നതാണ് അവിടുത്തെ പ്രത്യേകത. ആകാശം കാർമേഘങ്ങളെ കൊണ്ട് ഇരുണ്ടുമൂടി മഴ ഉടനെ പെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു മഴ കൂടി നനയണം, അപ്പോഴേ നമ്മുടെ ഈ യാത്ര പരിപൂർണമാകുകയുള്ളൂ. അത്ഭുതങ്ങൾ കൊണ്ടും പ്രകൃതി സൗന്ദര്യം കൊണ്ടും നമ്മെ ത്രസിപ്പിക്കുന്ന കാവൽഷെട്ട് വ്യൂ പോയിന്റിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയും കാണാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.